കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പും പാർലമെന്റ് രൂപീകരണവും നടന്നു. തികച്ചും സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 95% പോളിംഗ് രേഖപ്പെടുത്തി. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കും വിധം തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി. മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ EVM മെഷീൻ ഉപയോഗിച്ചാണ് ഇത്തവണ വോട്ടെടുപ്പ് നടന്നത്. എല്ലാ വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേകം ഇലക്ഷൻ ID കാർഡ് തയ്യാറാക്കിയത് ഇത്തവണത്തെ പ്രത്യേകതയായിരുന്നു. 75 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ 15 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി. സ്കൂളിലെ വിവിധ കാഡറ്റുകളായ SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ കൈറ്റ് എന്നിവരും സോഷ്യൽ സയൻസ് ക്ലബ് അംഗങ്ങളും പോളിംഗ് ഓഫീസർമാരായി പ്രവർത്തിച്ചു. പാർലമെന്റ് രൂപീകരണ യോഗത്തിൽ വെച്ച് പാർലമെന്റ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സ്കൂൾ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട K. ആര്യയ്ക്കും സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട അലി മുബഷിറിനും സ്കൂൾ പ്രിൻസിപ്പൽ KP അബ്ദുൽ മജീദ്, ഹെഡ്മിസ്റ്റർ PJ ബബിത എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങളും സത്യപ്രതിജ്ഞയെടുത്തു. സാമൂഹ്യശാസ്ത്ര അധ്യാപകരായ P. മുഹമ്മദ് മുസ്തഫ, CP മൻസൂർ, P. ഗിരീഷ്, K. ഷമീമ, MK ഖദീജ B, T. ഷരീഫ, N. സരിത, A. സമീർ ബാബു, VP റസാനത്ത്, മിനി ജോൺ, വിനോദ്, K. മുജീബ് റഹ്മാൻ, വിഷ്ണുരാജ്, MP ഇസ്ഹാഖ്, ദിവ്യ വേലൂർ, ഷീന, M. നാസർ എന്നിവർ നേതൃത്വം നൽകി. ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട C2C ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ആര്യ K. എന്ന ഞാൻ സ്കൂളിന്റെ അച്ചടക്കവും നിയമാവലികളും പാലിക്കുമെന്നും സ്ഥാപനത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.